ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026-ൽ പുറത്തിറങ്ങിയ ഒരു പക്ക ആക്ഷൻ കോമഡി എന്റർടൈനറായ അതിരടി എന്ന മൂവിയുടെ മുഴുവൻ കഥയാണ്. ചിരിയും ആക്ഷനും ഇമോഷനും എല്ലാം ചേർന്ന ഒരു കിടിലൻ ക്യാമ്പസ് എന്റർടൈനറാണ് ഈ ഒരു ചിത്രം. കഥ ആരംഭിക്കുന്നത് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള എനർജറ്റിക്കായ ഒരു ജെൻസി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സാം കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ്. കോളേജിൽ പഠിക്കുന്ന സാം കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട കോളേജ് ഫെസ്റ്റ് വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഒരു കാലത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോളേജ് ആഘോഷങ്ങളിലൊന്നായിരുന്ന ആ ഫെസ്റ്റ് ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ സാം കുട്ടിക്ക് അത് വെറും ഒരു ഫെസ്റ്റ് മാത്രമല്ല, തന്റെ കോളേജിന്റെ അഭിമാനവും വിദ്യാർത്ഥികളുടെ സ്വപ്നവും കൂടിയാണ്. അതിനാൽ അവൻ കൂട്ടുകാരുമായി ചേർന്ന് ഫെസ്റ്റ് പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു. ആദ്യം അവന്റെ സുഹൃത്തുക്കൾക്ക് അതൊരു തമാശയായി തോന്നിയെങ്കിലും സാം കുട്ടിയുടെ ആവേശവും ആത്മവിശ്വാസവും കണ്ടപ്പോൾ അവരും അവനൊപ്പം ചേർന്നു. അങ്ങനെ കോളേജ് ഫെസ്റ്റ് കൊണ്ടുവരാനുള്ള പ്രചരണം ആരംഭിക്കുന്നു. ആദ്യം കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരുന്നു. പക്ഷേ കഥ ഇവിടെ നിന്നാണ് മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നത്. കാരണം ഈ വാർത്ത എത്തുന്നത് ഒരാളുടെ ചെവിയിലേക്കാണ്. അവനാണ് ടോവിനോയുടെ കഥാപാത്രമായ ശ്രീകുട്ടൻ വെള്ളായണി. മുൻ കോളേജ് യൂണിയൻ നേതാവും ഒരു കാലത്ത് കോളേജിലെ ഏറ്റവും സ്വാധീനമുള്ള വിദ്യാർത്ഥി. കോളേജ് ഫെസ്റ്റ് അവസാനിക്കപ്പെട്ട സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തി. ഫെസ്റ്റ് വീണ്ടും തിരികെ വന്നാൽ കോളേജിന്റെ സമാധാനം വീണ്ടും തകരുമെന്ന് അവൻ വിശ്വസിച്ചു. അതിനാൽ ഏത് വില കൊടുത്തും ഫെസ്റ്റ് തടയാൻ ശ്രീകുട്ടൻ തീരുമാനിക്കുന്നു. അതിനിടയിൽ സാംകുട്ടിയും ശ്രീകുട്ടനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്കും വ്യക്തിപരമായ വൈരാഗ്യത്തിലേക്കും വളർന്നു. അപ്പോൾ സാംകുട്ടി ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഫെസ്റ്റ് വൻ വിജയമാക്കാൻ ഒരു വലിയ ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി അവർ തിരഞ്ഞെടുക്കുന്നത് പ്രശസ്ത ഗായകനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസനെയാണ്. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് ആവേശം ഇരട്ടിയാകുന്നു. എന്നാൽ എല്ലാം പ്ലാൻ ചെയ്ത പോലെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഥയിലെ വൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഫെസ്റ്റിന്റെ ദിവസം അടുത്തെത്തുമ്പോൾ അപ്രതീക്ഷിതമായി വിനീത് ശ്രീനിവാസനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ വാർത്ത പുറത്തിറങ്ങിയതോടെ കോളേജും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. എന്നാൽ പിന്നീടാണ് ഈ കിഡ്നാപ്പിന് പിന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ശ്രീകുട്ടൻ തന്നെയായിരുന്നു. കോളേജ് ഫെസ്റ്റ് നടക്കാതിരിക്കാനായിരുന്നു അവൻ അത് ചെയ്തത്. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാംകുട്ടിയും സുഹൃത്തുക്കളും സ്വന്തമായി അന്വേഷണം തുടങ്ങുന്നു. അന്വേഷണത്തിനൊടുവിൽ അവർ കണ്ടെത്തുന്നത് ശ്രീകുട്ടന്റെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ അവന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരുന്നു. പുറമെ ഒരു തമാശക്കാരനും സംഗീത പ്രേമിയുമായി തോന്നുമെങ്കിലും അവന്റെ ഉള്ളിൽ ഇപ്പോഴും തീരാത്ത വേദനകളും പ്രതികാര ചിന്തകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. സാംകുട്ടി തന്റെ സുഹൃത്തുക്കളോടൊപ്പം വിനീതിനെ കണ്ടെത്താനുള്ള പല പ്ലാനുകളും തയ്യാറാക്കുന്നു. അതിനിടയിൽ സാംകുട്ടി ഒരു യഥാർത്ഥ ലീഡർഷിപ്പും ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഘട്ടത്തിൽ സാംകുട്ടി തന്റെ ബുദ്ധിയും സാഹസിക ബോധവും കൊണ്ട് ശ്രീകുട്ടനെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശ്രീകുട്ടൻ ഫെസ്റ്റിവലിനെ വെറുക്കുന്നതിന് പിന്നിൽ വെറും ഈഗോ മാത്രമല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദുരന്തത്തിൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ജീവൻ നഷ്ടമായിരുന്നു. ആ കുറ്റബോധം ഇന്നും അവനെ വേട്ടയാടുകയാണ്. ഇതറിഞ്ഞ സാംകുട്ടി ശ്രീകുട്ടനെ നേരിൽ കാണുന്നു. ഫെസ്റ്റ് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, അതിനെ നയിക്കുന്ന ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സാംകുട്ടി ശ്രീകുട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒപ്പം പഴയ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നും അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ശ്രീകുട്ടൻ ആദ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥതയും ഐക്യവും കണ്ടപ്പോൾ അവന്റെ മനസ്സ് മാറുന്നു. ശ്രീകുട്ടൻ തന്നെ ഫെസ്റ്റിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ ഫെസ്റ്റ് നടക്കുന്നു. ക്യാമ്പസ് നിറയെ സംഗീതവും നൃത്തവും മത്സരങ്ങളും ആഘോഷങ്ങളാൽ നിറയുന്നു. എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ പുറത്തുനിന്നുള്ള ചില പ്രശ്നക്കാർ ഫെസ്റ്റ് തകർക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസ്. സാംകുട്ടിയും ശ്രീകുട്ടനും ഒരേ ടീമിൽ നിന്നും ആക്രമികളെ നേരിടുന്നു. കോളേജ് വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി പോരാടുന്നു. അവസാനം ഫെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നു. കോളേജ് വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുന്നു. ശ്രീകുട്ടൻ തനിക്കുണ്ടായ പഴയ കുറ്റബോധത്തിൽ നിന്നും മോചിതനാകുന്നു. സാംകുട്ടിയുടെ ക്യാരക്ടറിൽ നിന്നും തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഭയന്ന സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്, പഴയ തെറ്റിൽ നിന്നും പഠിച്ച് പുതിയ ചരിത്രം സൃഷ്ടിക്കണമെന്നാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ അഹങ്കാരവും പ്രതികാരവുമാണ് എല്ലാവരും നാശത്തിലേക്ക് നയിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. സാംകുട്ടിയുടെ സ്വപ്നം സഫലമാകുന്നു. അതോടൊപ്പം ശ്രീകുട്ടന്റെ ഭൂതകാല ഭാരങ്ങളിൽ നിന്നും അവൻ മോചിതനാകുന്നു. അങ്ങനെ ചിരിയും ആക്ഷനും സൗഹൃദവും ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ടാണ് അതിരടി അവസാനിക്കുന്നത്. ഈ സിനിമയുടെ കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം. നന്ദി.